സോനം വാങ്ചുക്കിന്റെ നിരാഹാര സമരം ഇന്ന് 20ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. ഹോം അപ്ലയൻസസും കിച്ചൺ അപ്ലയൻസസും ഒക്കെ വാങ്ങുമ്പോൾ ചെറിയ തവണകളായി തിരിച്ചടയ്ക്കാനുള്ള EMI സ്കീമുകൾ മൈജി ഫ്യൂച്ചറിലുണ്ടല്ലോ. എക്സ്പീരിയൻസ് ചെയ്യാം നെക്സ്റ്റ് ലെവൽ ഷോപ്പിംഗ് മൈജി ഫ്യൂച്ചറിൽ. അദ്ദേഹത്തിന്റെ ആരോഗ്യനില വഷളായിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ മണിക്കൂറും വലിയ രീതിയിലുള്ള ആശങ്ക ഡോക്ടർമാർ പ്രകടിപ്പിക്കുന്നുണ്ട്. രാജ്യത്തുടനീളമുള്ള നിരവധി ആളുകളും പ്രതിപക്ഷ നേതാക്കളും അദ്ദേഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വരികയാണ്. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ച സംഭവത്തിൽ ഉത്തരവാദിത്തം ഉറപ്പാക്കണമെന്നും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നുമാണ് വാങ്ചുക് ആവശ്യപ്പെടുന്നത്. ആരോഗ്യം മോശമായിട്ടും സമരം തുടരാനും ജൂലൈ 20-ന് ആസൂത്രണം ചെയ്തതുപോലെയുള്ള പാർലമെന്റ് മാർച്ചിൽ പങ്കെടുക്കാൻ തന്റെ തീരുമാനത്തിൽ താൻ ഉറച്ചു നിൽക്കുകയാണെന്നും അവിടെ കാണാമെന്നാണ് വാങ്ചുക് പറഞ്ഞത്. ഈ പാർലമെന്റിൽ ഒരു മാർച്ച്, വലിയൊരു മാർച്ച് നടത്താനായിട്ട് കോക്രോച്ച് ജനതാ പാർട്ടിയും അതോടൊപ്പം തന്നെ പ്രതിപക്ഷവും ഒരു നീക്കം നടത്തുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ടാണ് രാഹുൽ ഗാന്ധി വിദേശ രാജ്യങ്ങളിൽ ചെന്നടക്കം ഒരു ടൂൾ കിറ്റുമായിട്ടൊക്കെ വന്നിട്ടുള്ളത്. എന്തായാലും പാർലമെന്റിൽ വലിയ രീതിയിലുള്ള ഒരു കലാപം അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു പ്രശ്നം ഉണ്ടാക്കാനുള്ള, ഒരു ക്രമസമാധാന തകർച്ച ഉണ്ടാക്കാനുള്ള ഒരു സാധ്യത ഇന്റലിജൻസ് ബ്യൂറോ അടക്കമുള്ളവർ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ സൈന്യത്തെ ഇറക്കാനുള്ള ഒരു നീക്കവും നടത്തണമെന്നാണ് അവർ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനോട് പറഞ്ഞിട്ടുള്ളത്. ജൂലൈ 20-ന് നിങ്ങളോടൊപ്പം പാർലമെന്റിലേക്ക് മാർച്ച് ചെയ്യാൻ ഞാൻ ഏത് വിധേനയും ജീവനോടെ ഇരിക്കും. ജൂൺ 20-ലെ നമ്മുടെ മാർച്ച് വിജയിച്ചില്ലെങ്കിൽ ഞാനൊരു പ്രേതമായി തിരിച്ചു വരുമെന്നാണ് സോനം വാങ്ചുക് പറയുന്നത്. ഇത്തരമൊരു കഠിനമായ ഘട്ടത്തിലും സോനം വാങ്ചുക്കിന് തന്റെ ഹാസ്യബോധം നഷ്ടപ്പെട്ടിട്ടില്ലെന്നും നമുക്ക് പാർലമെന്റിലേക്ക് മാർച്ച് ചെയ്യാമെന്നും പാർട്ടികൾ എക്സിൽ കുറിച്ചിട്ടുണ്ട്. സോനം വാങ്ചുക്കിന് പിന്തുണയുമായി കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് പാർട്ടി വക്താവ് പവൻ ഖേര ഇന്ന് സമരപന്തലിലെത്തി. വാങ്ചുക്കിന്റെ ആരോഗ്യനിലയെക്കുറിച്ച് ഡോക്ടർമാർ കടുത്ത ആശങ്കയാണ് പങ്കുവയ്ക്കുന്നത്. ജൂൺ 28-ന് സമരം തുടങ്ങുന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ ശരീരഭാരത്തിൽ നിന്ന് 90 കിലോഗ്രാമിലധികം കുറഞ്ഞതായും ശരീരം ഇപ്പോൾ അതീവ ഗുരുതരമായ അവസ്ഥയിലാണെന്നും ഡോക്ടർ സതീഷ് ലാമ പറയുന്നുണ്ട്. ശരീരത്തിൽ കീറ്റോണിന്റെ അളവ് അതോടൊപ്പം തന്നെ യൂറിക് ആസിഡിലെ വർധനവും പേശികൾ നശിച്ചുകൊണ്ടിരിക്കുന്നതായും സൂചനകളുണ്ട്. അദ്ദേഹത്തിന്റെ ആന്തരികമായ അവയവങ്ങൾ കേടുപാടുകൾ കൂടാതെ സന്ദർശിക്കാൻ അടിയന്തരമായ ഇടപെടൽ ആവശ്യമാണെന്ന് ഡോക്ടർമാർ പറയുന്നുണ്ട്. ഡോക്ടർ സതീഷ് ലാംബയുടെ കണക്കനുസരിച്ച് കഴിഞ്ഞ 24 മണിക്കൂറുകളിൽ വാങ്ചുക്കിന്റെ ശരീരഭാരം 350 ഗ്രാം കുറഞ്ഞു. ആദ്യഘട്ടത്തിൽ മൂത്രത്തിൽ കീറ്റോൺ ബോഡികൾ രൂപപ്പെട്ടതിനോടൊപ്പം ശരീരത്തിലെ കൊഴുപ്പും പേശിബലവും നഷ്ടപ്പെട്ട അവസ്ഥയിലാണിപ്പോൾ. ഇപ്പോൾ 3-ാം ഘട്ടത്തിൽ വാങ്ചുക്കിന്റെ ആന്തരിക അവയവങ്ങളെ അത് ബാധിച്ചു തുടങ്ങുന്നു. കൂടാതെ ഡോക്ടർമാരുടെ ഒരു സംഘം 24 മണിക്കൂറും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. വാങ്ചുക്കിന്റെ നിരാഹാര സമരത്തോട് കേന്ദ്ര സർക്കാർ പുലർത്തുന്ന മൗനത്തിൽ CJPയും നിരവധി പിന്തുണക്കാരും തങ്ങളുടെ അതീവ ദുഃഖം രേഖപ്പെടുത്തുന്നു. കൂടാതെ അതിനെ അപലപിക്കുകയും ചെയ്യുന്നുണ്ട്. ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികൾക്ക് നീതി ലഭിക്കുന്നതിനായി സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തിയ ആ വ്യക്തിക്ക് സർക്കാരിൽ നിന്ന് ലഭിച്ചത് വെറും മൗനം മാത്രമാണ്. സർക്കാർ ഉത്തരവാദിത്തമില്ലാതെയാണ് പ്രവർത്തിക്കുന്നതെന്നാണ് CJP സ്ഥാപകൻ അഭിജിത് ദീപ്കെ പറയുന്നത്. ജൂലൈ 20-ന് പാർലമെന്റിലേക്ക് വമ്പൻ മാർച്ച് നടത്താൻ CJP പദ്ധതിയിടുന്നുണ്ട്. ആ മാർച്ച് വലിയ രീതിയിലുള്ള ഒരു സംഘർഷത്തിലേക്ക് എത്തിക്കാനാണ് ഇവരിപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. സോനം വാങ്ചുക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ പ്രവർത്തകരോട് സംഘടന അഭ്യർത്ഥിക്കുന്നുണ്ട്. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന് CJP ആവശ്യപ്പെടുന്നുണ്ട്. എന്റെ നിരാഹാര സമരം അവസാനിപ്പിക്കാൻ ആവശ്യപ്പെടുന്നതിന് പകരം ജൂലൈ 20-ന് എന്നോടൊപ്പം ചേരൂ, പാർലമെന്റിലേക്കുള്ള സമാധാനപരമായ മാർച്ച് എന്ന് വാങ്ചുക് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എത്രയും പെട്ടെന്ന് ജൂലൈ 20-ന് പാർലമെന്റിൽ നടക്കുന്ന മാർച്ചിൽ എത്രത്തോളം ആളുകളെ എത്തിക്കാൻ പറ്റും, അത് ജൻസികൾ തന്നെ ആവണമെന്നില്ല. എവിടെയെങ്കിലും നിന്നുള്ള രാജ്യദ്രോഹ വിരുദ്ധർ അതോടൊപ്പം തന്നെ ഗുണ്ടകൾ, ഒരു കലാപം സൃഷ്ടിക്കാൻ തക്ക പ്രാപ്തമുള്ള അല്ലെങ്കിൽ കഴിവുള്ള കുറെ ആളുകൾ, ഇതൊക്കെയാണ് പാർട്ടികൾ ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. എങ്ങനെയെങ്കിലും ഒരു വലിയ മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റുക, കൂടാതെ കേന്ദ്ര സർക്കാർ നമ്മളെ ചർച്ചയ്ക്ക് വിളിക്കുക, ആ രീതിയിൽ സുരക്ഷാ പ്രാധാന്യമുള്ള തന്ത്രപ്രധാനമായ സുരക്ഷാ മേഖലയായ പാർലമെന്റിൽ തന്നെ ഒരു മാർച്ച് നടത്തി ഒരു വലിയ രീതിയിലുള്ള ഒരു കലാപം സൃഷ്ടിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം ഒരു ചർച്ചാ വിഷയമായി മാറ്റണമെന്നാണ് വാങ്ചുക്കിന്റെയും അതോടൊപ്പം തന്നെ CJPയുടെയും ഇപ്പോഴത്തെ പ്രധാന ലക്ഷ്യം.